ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് മാത്രമല്ല കല്ലുമ്മക്കായ വെച്ചിട്ടും എളമ്പക്ക വെച്ചിട്ടെല്ലാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരിയൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പുഴുങ്ങലരിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ട് 2 ഗ്ലാസ്സാണ് എടുത്തത്. ഇനി നമുക്ക് ഈ അരിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതിന് ചില നാട്ടിലെല്ലാം കൊഴുക്കട്ടാന്ന് പറയും, പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാന്ന് തന്നെയാണ് കേട്ടോ പറയൽ. പിന്നെ കണ്ണൂർ നാട്ടിൽ ഉണ്ടപ്പുട്ട്, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലധികം തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. പിന്നെ ഉള്ളി വെച്ചിട്ടുള്ള മസാലയും ഉണ്ടാക്കലുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലധികം തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് വണ്ണമുള്ള ചെമ്മീനായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് 2-3 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെമ്മീനാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ച് വണ്ണമുള്ള ചെമ്മീനായതുകൊണ്ടാണ് ചെറുതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിത് ഒന്നും കൂടി കഴിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വെള്ളം വാർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് പെരക്കിയെടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് പെരക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെമ്മീൻ പൊരിക്കാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ പെരക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ അങ്ങ് ഉണക്കി പൊരിക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇത് ആവിയിൽ വേവിക്കുന്നല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വന്നോളൂ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തത്, വലിയ തേങ്ങയല്ലേ, ചെറിയ തേങ്ങ. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. തേങ്ങയിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കുക, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. ചെറുതായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ കൂടുതൽ നേരം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ തേങ്ങയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ലേശം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് 2 വലിയ ഉള്ളി. 2 വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഉള്ളിക്ക് കണക്കായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടതാണ്, പിന്നെ തേങ്ങയിൽ ഉപ്പിട്ടതാണ്. അപ്പോൾ ഉള്ളിക്ക് കണക്കായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിയുടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ടെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒതുക്കിയ തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇത് ഇളക്കി കൊടുത്താൽ മതി. കുറേ നേരം അങ്ങ് ഇളക്കി കൊടുക്കണ്ട, എന്തായാലും പിന്നെ തേങ്ങ എല്ലാം അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരു 2 മിനിറ്റോളം. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നല്ലേ, അതുകൊണ്ട് കുറേ നേരം അങ്ങ് ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി, ഇതൊരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഈ അരി കഴുകിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാരണ പത്തിനെല്ലാം അരക്കുന്നില്ല, അതുപോലെ അരച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അരിയുടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണ്ടയാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിൽ നെയ്യ് തടയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താക്കുക, ഇതിൻ്റെ അകത്ത് നിന്ന് കുറേശ്ശെ മാവ് എടുക്കാം. കുറച്ചെടുത്താൽ മതി. നമ്മൾ ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിനെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് 1 സ്പൂണോ 1.5 സ്പൂണോ എടുത്തിട്ട്
ഈ അരിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 4 ഭാഗത്തുനിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ച ഉണ്ട അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ അരിപ്പത്തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അരിപ്പത്തട്ടിൻ്റെ മേലെ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലായിടം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്ലുമ്മക്കായ വെച്ചിട്ടും അളമ്പക്കായ വെച്ചിട്ടെല്ലാം ഉണ്ടാക്കുക കേട്ടോ. കല്ലുമ്മക്കായെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് എല്ലായിടം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉരുട്ടി വെച്ച് ഈ ഉണ്ടെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഈ ഒരു ചെമ്മീൻ ഉണ്ട ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.